അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ചെറിയൊരു ടോപ്പിക്കായ ബോണസ് ആൻഡ് നമ്മളെ കമ്പനി അക്കൗണ്ട്സിൽ ചെറിയൊരു ടോപ്പിക്കായ ബോണസ് ആൻഡ് റേറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് നമ്മൾ കുറച്ച് പിള്ളേർക്ക് മാത്രം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ബോണസ് എന്നുള്ളതും എന്താണ് റേറ്റ് ഇഷ്യൂ എന്നുള്ളതും നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ചെറിയ സമയം മതി, അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് തീർക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ബോണസ്? എന്താണ് ബോണസ്? നിങ്ങൾ പറഞ്ഞിട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബോണസ്, അതായത് നമ്മൾ സാധാരണ ബോണസ് കൊടുക്കാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാലറീൻ്റെ ഒപ്പം ബോണസ് എന്തെങ്കിലും കിട്ടുക, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ, അതായത് ഓൾറെഡി എന്തിനുള്ളത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഷെയർസ് വാങ്ങിയ ആൾക്കാരുണ്ടാവും. അവരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുക. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറുതെ, അതായത് ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുക, അവർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് എന്ത് കൊടുക്കുക, ഷെയർസ് കൊടുക്കുക. അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ബോണസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഈ ഗൈസ് ഓൾ നോ. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ അറിയാം. അപ്പം ഇതാണ് ബോണസ്. അപ്പം സാധാരണ രീതിയിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഷെയർ ക്യാപിറ്റലിലേക്കും അതിൽ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കും നമുക്ക് ബാങ്കിൽ, കമ്പനീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കമ്പനിക്ക് എന്ത് കിട്ടും, ബാങ്കിൽ പൈസയും കിട്ടും. അതാണ് സംഭവിക്കുക. പക്ഷേ ഇവിടെ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, എന്താ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഓൾറെഡി എന്തുള്ളത്, ഓൾറെഡി നമ്മളെ കമ്പനിയിൽ മാക്സിമം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പം അതിലെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ നമ്മൾ പബ്ലിക്കിലേക്കോ, അതായത് പുറത്തേക്ക് ഒരാൾക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ എവിടെ പോകണം, എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കമ്പനിയിൽ 10 രൂപേൻ്റെ ഫേസ് വാല്യൂ ഉള്ള ഷെയർസാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷെയർ പബ്ലിക്കിൽ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, കൈമാറുന്നുണ്ട് എന്നാണെങ്കിൽ ആ 10 രൂപ നമ്മൾ എവിടെ കാണിക്കണം, ഷെയർ ക്യാപിറ്റൽ എന്ന ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചേ പറ്റുള്ളൂ. ഷെയർ ക്യാപിറ്റൽ എന്ന ലയബിലിറ്റി 10 രൂപ കൂട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അത് അയാൾക്ക് നിങ്ങൾ എത്ര പൈസയ്ക്ക് കൊടുത്തതിനാലും, അത് നിങ്ങൾ 15 രൂപ കൊടുത്തതിനാലും, ഇനി 10 രൂപയ്ക്ക് തന്നെ കൊടുത്തതിനാലും, ഇനിയിപ്പോൾ അത് 8 രൂപയ്ക്ക് കൊടുത്തതിനാലും, ഇനിയിപ്പം 0 റുപ്പീസിന് കൊടുത്തതിനാലും, അതായത് നിങ്ങൾക്ക് ബാങ്കിലേക്ക് എത്ര പൈസ വന്നതിനാലും, ഇനി ഇവൻ പൈസ വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഷെയർ ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ എവിടെ കൂടി കാണിക്കണം, ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ 0 എന്ന് പറയാനുള്ള കാരണം എന്താ, ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്, ബോണസാണ് കൊടുക്കുന്നത്. അപ്പോൾ ബോണസ് കൊടുക്കുന്ന സമയത്ത് ആ ബോണസ് ഒരു പുതിയതായിട്ടുള്ളൊരു ഷെയർ നമ്മൾ ഒരാൾക്ക് ഇഷ്യൂ ചെയ്യുകയാണ്. അത് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയതായിട്ടുള്ള ഷെയർ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ എവിടെ പോയേ പറ്റുള്ളൂ, ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്തേ പറ്റുള്ളൂ, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ. ഈവൻ നമുക്ക് ക്യാഷ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് എന്തല്ല, ഇവിടെ യാതൊരു പ്രസക്തിയുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബോണസ് കൊടുക്കുകയാണ്. അപ്പോൾ ബോണസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂ, അതായത് അവിടെ സെക്യൂരിറ്റി പ്രീമിയം ഇല്ല, എന്തായാലും നമുക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ലാഭം ഉണ്ടെങ്കിലേ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, അതിൻ്റെ ഫേസ് വാല്യൂ എവിടെ കാണിക്കണം, ഷെയർ ക്യാപിറ്റലിലേക്ക് കാണിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ സാധാരണ നോർമൽ പോയിന്റ് ഓഫ് വ്യൂ എന്താ സംഭവിക്കുക, ബാങ്കിലേക്ക് എന്ത് വരും, പൈസ വരും. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എന്ത് വരണം, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കാണിക്കുക. ഇനിയിപ്പം എക്സ്ട്രാ പൈസ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ എന്തും കൂടി വരും, സെക്യൂരിറ്റി പ്രീമിയം കൂടി വരും. ഇതാണ് നോർമലി സംഭവിക്കുക. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ നമുക്ക് 5 പൈസ പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ആരുണ്ടാവില്ല, ബാങ്ക് ഉണ്ടാവില്ല. പിന്നെ 5 പൈസ പോലും കിട്ടില്ല, പിന്നെ പ്രോഫിറ്റ് എന്തെങ്കിലും ലാഭം ഉണ്ടോ, അതുകൊണ്ട് ആരും ഉണ്ടാവില്ല, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടാവില്ല. പക്ഷെ ആരില്ലെങ്കിലും ആരെ ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഷെയർ ബോണസായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂ ആയ 10 റുപ്പീസ്, ഒരു എക്സാമ്പിളിൽ 10 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഷെയർ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടാണ് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ചോദ്യം വന്നു.
ഓക്കെ. അപ്പം ബോണസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വെറുതെ ഷെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താ, എക്സ്പെൻസ് അല്ലടാ, എക്സ്പെൻസ് അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്ട് പറഞ്ഞു ഈ എക്സ്പെൻസ് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് മെയ്ഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ എന്തുണ്ട്, കുറേ പ്രോഫിറ്റ് എവിടെ ഉണ്ട്, എവിടെ കിടക്കുന്നുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിങ്ങൾ ഇത്രയും കാലം, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രോഫിറ്റ് റിസർവ് ആൻഡ് സർപ്ലസിനുണ്ട്. അപ്പം നിങ്ങളെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളെ റിസർവ് ആൻഡ് സർപ്ലസ്, നിങ്ങളെ പ്രോഫിറ്റിന് അതെടുത്തോ, നിങ്ങളെ പ്രോഫിറ്റിന് അത് കുറച്ചിട്ട് അത് എവിടത്തേക്ക് കൊടുക്കുക, ഷെയർ ക്യാപിറ്റലിലേക്ക് കൊടുക്കുക. അപ്പം റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അതെന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് കുറക്കാൻ എന്ത് ചെയ്യണം, ഇൻകം കുറക്കാൻ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രശ്നം വന്നു, റിസർവ് ആൻഡ് സർപ്ലസ് നോക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം, ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഏരിയ നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കുറേ ടൈപ്സ് ഓഫ് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, റിസർവ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുറേ ടൈപ്സ് ഓഫ് എന്തുണ്ട്, ടൈപ്സ് ഓഫ് റിസർവ്സ്, ഒരു റിസർവ്സിൻ്റെ ലിസ്റ്റ് തന്നെ ഇങ്ങനെ ഇവിടെ കാണുന്നു, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണെന്നറിയോ? ഓക്കെ, അത് നിങ്ങൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ കുറയുമ്പം ആ കുറഞ്ഞ ഷെയർ ക്യാപിറ്റലിന് ഈക്വലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന റിസർവ് ആണെന്ത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെ കാണാൻ പറ്റും, റിസർവ് സർപ്ലസിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ റിസർവ് ചിലപ്പോൾ ഉണ്ടാവാം, ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ റിസർവ് ഉണ്ടാവാം. ഓക്കെ, റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞ റിസർവ് ഉണ്ടാവാം, പിയാൻഡിൽ എന്ന് പറഞ്ഞ റിസർവ് ഉണ്ടാവാം, ജനറൽ റിസർവ് എന്ന് പറഞ്ഞ റിസർവ് ഉണ്ടാവാം. അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, പല വിധത്തിൽ പല തരത്തിലുള്ള കുറേ പല രീതിയിൽ നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്, റിസർവ്സ്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റിനെ ഇങ്ങനെ പല രീതിയിൽ പല പേരിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, ഇതൊക്കെ ക്യാപിറ്റൽ CRR, സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതൊക്കെ പല പല സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന റിസർവ്സാണ്. അപ്പം അങ്ങനെ പല സിറ്റുവേഷനിൽ ഉണ്ടായ പ്രോഫിറ്റിനെ പല റിസർവ് എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ട് അത് എവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഓക്കെ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിനെ എന്ത് ചെയ്യുക, അതിനെ കുറച്ചിട്ട് ആ പൈസ നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഇതിലെ എല്ലാ റിസർവ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പനീസ് ആക്ട് പറഞ്ഞു നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ യൂസ് ചെയ്യാം, ആരൊക്കെ യൂസ് ചെയ്യാടാ, നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് CRRന് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് യൂസ് ചെയ്യാം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് യൂസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, നമ്മളെ ഫ്രീ റിസർവ്, പിന്നെ അവർ പറഞ്ഞ ടേമാണ് പിന്നെ എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്രീ റിസർവ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, അതായത് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിസർവ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് CRR ഉപയോഗിക്കാം. CRR എന്ന് ഒരിക്കലും എന്ത് കൊടുക്കാൻ പറ്റില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആദ്യം CRR ആകെ യൂസ് ചെയ്യാൻ പറ്റുക എന്തിനു വേണ്ടിയിട്ട് മാത്രം, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, CRR യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം. നിങ്ങൾ ഓൾറെഡി കമ്പനീസ് ആക്ടിൻ്റെ യൂണിറ്റ് 1 പഠിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നോർമലി 5 യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് സെക്ഷൻ 133 ഒക്കെ ഫോളോ ചെയ്യുന്ന കമ്പനീസിന് ആകെ 3 യൂസേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇനി 5 ആയിക്കോട്ടെ, അത് 3 ആയിക്കോട്ടെ, വാട്ടെവർ. ആ 5ലും 3ലും ആരുണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ബോണസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് രണ്ടും തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണം ആരും ഉപയോഗിക്കാം, ഫ്രീ റിസർവ്സ്. അതായത് നമ്മൾക്ക് എന്താവശ്യത്തിന് വേണ്ടിയിട്ടും വാട്ടെവർ പേർപ്പസ്, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർവാണ് ഫ്രീ റിസർവ്സ്. അതായത് പൊതുവെ അതിനാണ് നമ്മൾ കൊടുക്കുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന റിസർവ്, അതായത് ഫ്രീ റിസർവ് അല്ല ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് കൊടുക്കാം. അപ്പം ഫ്രീ റിസർവ്സ് നോർമലി കാണാൻ പറ്റുന്ന റിസർവ് ആണ് P&L, ജനറൽ റിസർവ്, പിന്നെ ആരുണ്ട്
ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്യാപിറ്റൽ റിസർവ് റിസീവ്ഡ് ഇൻ എന്തായിരിക്കണം, ക്യാഷ് ആയിരിക്കണം. അതായത് നമുക്ക് ക്യാഷായിട്ട് കിട്ടിയ എന്തെങ്കിലും ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതായത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നത്. റീവാലുവേഷൻ റിസർവും അതായത് നമ്മൾ എപ്പോഴാണ് റീവാലുവേഷൻ റിസർവ് വരിക, നമ്മളൊരു അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്വേർഡ് റീവാലുവേഷൻ നടന്നു. അതായത് അസറ്റിൻ്റെ വാല്യൂ എന്താക്കുന്നു, കൂട്ടി കാണിക്കുന്നു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻക്രീസ് കാരണം നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ നമ്മൾ എവിടത്തേക്ക് മാറ്റി വെക്കും, റീവാലുവേഷൻ. അവിടെ ആക്ച്വലി നമുക്ക് അസറ്റ് സെയിലൊന്നും ചെയ്യുന്നില്ല. അസറ്റ് 1 ലക്ഷത്തിന് അസറ്റാണ്, ഇപ്പം മാർക്കറ്റിൽ 1,10,000 ആയിട്ടുണ്ട്. അവിടെ 10,000 നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതിപ്പോൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടൊന്നുമില്ല, സെയിൽ ചെയ്തിട്ട് അങ്ങനെ ഒരു പൈസ, അങ്ങനെ ഒരു പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടൊന്നുമില്ല, ക്യാഷായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ റിസർവ് പോലത്തെ റിസർവ്സും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പൊതുവെ മനസ്സിലാക്കുക, P&L യൂസ് ചെയ്യാം, ജനറൽ റിസർവ് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ റിസർവ് റിസീവ്ഡ് ഇൻ ക്യാഷ് യൂസ് ചെയ്യാം. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ കേസിലും എന്താ പറയുക, അതേ റെസ്ട്രിക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സെക്യൂരിറ്റീസും പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏതിൽ റിസീവ് ചെയ്തതായിരിക്കണം, നമുക്ക് ക്യാഷായിട്ട് കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനും പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സാധനം, അപ്പോൾ ഏതൊക്കെ റിസർവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോണസ് കൊടുക്കാം എന്നിപ്പോൾ നമ്മൾ നോക്കി. അപ്പം അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ഈ പറഞ്ഞ റിസർവ്സിൽ ഏത് റിസർവ്സും വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആദ്യം ഏത് യൂസ് ചെയ്യണം, CRR യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് അതായത് ക്യാപിറ്റൽ CRR നമുക്ക് ഏത് പേർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാണ്ട് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഫ്രീ റിസർവ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രശ്നം വരും, ഫ്രീ റിസർവ്സ് തീരും. ഓക്കെ, CRR അവിടെ ബാക്കിയുണ്ടാവും, ബാലൻസ് ഉണ്ടാവും. പക്ഷെ ആ CRR പിന്നെ നമുക്ക് ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം ഈ സാധനത്തിന് എന്തുണ്ട്, റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ ഉള്ള സാധനം അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അതെന്ത് ചെയ്യണം, യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഒരു കോമൺ സെൻസ് മാത്രമാണ് അത്. അതുകൊണ്ട് ഫസ്റ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യണം. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് കൊടുക്കണം. കാരണം എന്താ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനും എന്തുണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് CRRൻ്റെ അത്ര റെസ്ട്രിക്ഷൻ ആയിരിക്കില്ല, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ഇല്ല. പക്ഷെ എന്നാൽ പോലും ഫ്രീ റിസർവ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെക്കാൾ റെസ്ട്രിക്ഷൻ ആയിരിക്കും ഉള്ളത്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ആരെ യൂസ് ചെയ്യുക, സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യുക. എന്നിട്ട് അതും തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫ്രീ റിസർവ്സ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് ഓർഡറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ നോർമലി ടെക്സ്റ്റ് ഫസ്റ്റ് ജനറൽ റിസർവ് ആണ് എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. ഓക്കെ, എന്നിട്ടൊക്കെയാണ് എന്ത് യൂസ് ചെയ്യാറ്, P&L യൂസ് ചെയ്യാറ്. ഓക്കെ, വാട്ടെവർ ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ചില ക്വസ്റ്റ്യൻ എടുത്തു പറയാം, മിനിമം യൂസേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു ഫ്രീ റിസർവ്സ് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞു മിനിമം യൂസേജ് ഓഫ് P&L, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മിനിമം എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിനർത്ഥം എന്താ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രം ആരെടുക്കാൻ പാടുള്ളൂ, എല്ലാം നമ്മളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്കി എല്ലാ റിസർവ്സും യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രം ആരെടുത്താൽ മതി, P&L. എന്നാലേ P&L ഏറ്റവും കുറവ് എന്താവുള്ളൂ, യൂസ് ആവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ മിനിമം യൂസേജ് ഓഫ് P&L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റിസർവ്സ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ആരെ വെക്കണം, P&L ലാസ്റ്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിനെ നിങ്ങൾ ഏത് ഓർഡറിൽ ചൂസ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് എപ്പോൾ ആരെ യൂസ് ചെയ്യുക, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, പിന്നെ ആരെ, സെക്യൂരിറ്റീസ് പ്രീമിയം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീ റിസർവ്സ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക. ടെക്സ്റ്റിൽ പൊതുവെ ക്യാപിറ്റൽ റിസർവ് ജനറൽ റിസർവ് ഒക്കെയാണ് എന്ത് ചെയ്യുക, ആദ്യം യൂസ് ചെയ്യാറ്. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഈ റിസർവ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ബോണസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഈ ക്യാപിറ്റൽ, ഈ പ്രോഫിറ്റിലെ പൈസയൊക്കെ കുറച്ചിട്ട് എന്ത് കൂട്ടണം, ഷെയർ ക്യാപിറ്റൽ കൂട്ടണം. അതായത് ഈ റിസർവ് ആൻഡ് സർപ്ലസ് അല്ലേ, റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കുറക്കണം. റിസർവ്സ് ആൻഡ് സർപ്ലസിനെ എങ്ങനെ കുറക്കാം, എങ്ങനെ കുറക്കാം, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻകം, പ്രോഫിറ്റ് ആണ്. അത് കുറക്കണം, അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതൊക്കെ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എന്താ കൂട്ടേണ്ടത്, ഷെയർ ക്യാപിറ്റലിലേക്കാണ് കൂട്ടേണ്ടത്. പക്ഷേങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, ഷെയർ ക്യാപിറ്റൽ കൂട്ടില്ല. അതിന് പകരം ആദ്യം എന്ത് എൻട്രി ഇടണം, ഡ്യൂ എൻട്രി ഇടണം.
ഓക്കെ, ഡ്യൂ എൻട്രി ഇടണം. അതായത് നമ്മൾ ബോണസ് കൊടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്യൂലേ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഡ്യൂ, അതായത് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിന് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ടു തൽക്കാലത്തേക്ക് ആ പൈസ മൊത്തം എവിടത്തേക്ക് മാറ്റും, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്ത് വെക്കും, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് തൽക്കാലം എന്ത് ചെയ്ത് വെക്കും, ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, എക്സ്പാൻഡ് ചെയ്ത ഇതാണെങ്കിൽ, അതായത് റിസേർവ്സ് ആദ്യം ഏത് യൂസ് ചെയ്യുക, CRR യൂസ് ചെയ്യുക അല്ലേ, CRR യൂസ് ചെയ്യും, അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് CRR ഫുള്ള് യൂസ് ചെയ്തു, CRR എന്തായി, തീർന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെ യൂസ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ആണ് എന്ത്, സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലേ. നെക്സ്റ്റ് ആര് യൂസ് ചെയ്യും, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് യൂസ് ചെയ്യും, അതിന് ഡെബിറ്റ് ചെയ്യും. അതും യൂസ് ചെയ്തു, ഫുള്ള് യൂസ് ചെയ്തു, എന്നിട്ട് നമുക്ക് എത്തുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ആര് യൂസ് ചെയ്യാം, ഫ്രീ റിസർവ്സ്. അപ്പോൾ അത് വരികയാണെങ്കിൽ ആര് വരാം, ജനറൽ റിസർവ് വരാം, ക്യാപിറ്റൽ റിസർവ് വരാം. ഓക്കെ, പിന്നെ വരാം, അതിൽ വരാം. ഓക്കെ, ഇതൊക്കെ വരാം. ഓക്കെ, ഇതിലേതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം അത് ആവശ്യമുള്ളത്ര ഉപയോഗിച്ചാൽ മതി. CRR യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാണെങ്കിൽ അവിടെ നിർത്താം. ഓക്കെ, ടു എവിടത്തേക്ക് മാറ്റാം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് എന്ത് ചെയ്ത് വെക്കാം, ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. ഓക്കെ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ പ്രൊസീജിയേഴ്സ് മൊത്തം കംപ്ലീറ്റ് ആയി അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രൊസീജിയറും കൂടി ഫുള്ളി എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയാൽ മാത്രം ഈ ബോണസ് ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അതിന് ശേഷം ഡെബിറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ടു അത് എവിടത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ അല്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ, ഇതേ ബോണസ് ഉള്ളൂ. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് ടു എവിടത്തേക്ക് കൊടുക്കാം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോടാം. ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഒരു 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഉണ്ട്. അതായത് ടോട്ടൽ എത്ര, 1 lakh വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് നോക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം ഒരു 15,000 ഉണ്ട്. റീവാലുവേഷൻ റിസർവ് ഒരു 30,000 ഉണ്ട്. ജനറൽ റിസർവ് 50,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു 60,000 ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയും എന്തുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഓക്കെ, ഈ കമ്പനിന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ജസ്റ്റ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ മാത്രം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായില്ലേ. ഇനി എന്ത് ചെയ്യുക, ഇനി കമ്പനി ഞാൻ പറയുകയാണ്, ക്വസ്റ്റ്യനിൽ പറയുകയാണ്, കമ്പനി എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്ത് ഡിക്ലെയർ ചെയ്തു, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞത്, അതായത് എത്ര ബോണസ് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ട. അപ്പോൾ പൊതുവെ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്താ, 1 for every 2 എന്നാണ് പറഞ്ഞത്. 1 for every 2. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനർത്ഥം എന്താ, അതായത് every 2, അതായത് ഓരോ 2 ഷെയർ വാങ്ങിയ ആൾക്കാർക്കും എത്ര വെച്ചൊരു ബോണസ് കൊടുക്കും എന്നാണ് പറയുന്നത്, 1 ഷെയർ വെച്ചൊരു ബോണസ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം മൊത്തം എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 10,000 ഷെയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 10,000 ഇഷ്യൂ ചെയ്തവർക്ക്, അതായത് ഓരോ 2 ഷെയർ ഉള്ളവർക്കും എത്ര വെച്ചിട്ട് കിട്ടുക, 1 വെച്ചിട്ട്. അപ്പോൾ മൊത്തം എത്ര ഷെയർസാണ് ഉള്ളത്,
10,000 ഷെയർസ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? 1/2. അപ്പോൾ അങ്ങനെയാണ് എത്ര ഷെയർസ് നമ്മൾ കൊടുക്കുക? 5,000 ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 5,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 5,000 ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എവിടത്തേക്ക് ട്രാൻസ്ഫർ ആണോ? ഷെയർ ക്യാപിറ്റലിലേക്ക്. അപ്പം 5,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്, ഒന്നിന് 10 രൂപ വെച്ചിട്ടാണ് എന്ത് വരുന്നത്? ഫേസ് വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 50,000 എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 50,000 ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ 50,000-ൽ നമ്മൾ എന്തുണ്ട് ഇടുക? അപ്പോൾ 50,000 എമൗണ്ട് വേണം. അപ്പം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് കൊടുക്കുകയാണ്? 50,000 കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ആദ്യം ഏത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 10,000 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10,000 എവിടെ നിന്ന് എടുക്കുക? CRR നിന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് മതിയാവോ? നമുക്ക് മൊത്തം 50,000 വേണം. ഓക്കെ, 10,000 എവിടെ നിന്ന് എടുക്കാം? CRR. ഇനി എത്ര വേണം? 40 വേണം. പിന്നെ അടുത്ത ആരെടുക്കുക? സെക്യൂരിറ്റീസ് പ്രീമിയം വേണം. അത് എവിടെ നിന്ന് എടുക്കുക? 15 എടുക്കുക. അപ്പോൾ ഇപ്പോൾ എത്രയായി? 10ഉം 15ഉം കൂടി എത്ര ആയിട്ടുണ്ട്? 25 ആയിട്ടുണ്ട്. ഇനി എത്രയും കൂടി വേണം നമുക്ക്? ഒരു 25 കൂടി ആവശ്യമുണ്ട് അല്ലേ? മൊത്തം 50 വേണ്ടേ? അടുത്ത റീവാലുവേഷൻ റിസർവ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അതെന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ആരാ? ജനറൽ റിസർവ് P&L ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജനറൽ റിസർവ് എടുക്കാം. അപ്പോൾ ജനറൽ റിസർവിൽ മൊത്തം 50,000 ഉണ്ട്. നമുക്കിനി എത്രയേ വേണ്ടു? ഒരു 25,000 കൂടിയേ വേണ്ടു. അപ്പം ജനറൽ റിസർവ് നിന്ന് എന്തെടുക്കുക? ഒരു 25,000 കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ആയി? ആവശ്യം കംപ്ലീറ്റ് ആയി. പിന്നെ P&Lലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ടോട്ടൽ 50 വേണ്ടു. അത് എത്തുന്നവരെ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം CRR എന്ന് എടുക്കുക. CRR എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. ആ 10,000 മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങെടുത്തു. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് എടുക്കുക. സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് എത്രയുള്ളത്? 15,000 ആണുള്ളത്. അതും നമ്മൾ മൊത്തം ഇങ്ങെടുത്തു. അപ്പം 10ഉം 25ഉം കൂടി എത്രയായി? നമുക്ക് എത്രയായി? മൊത്തം 25,000 കിട്ടി. ടോട്ടൽ എത്ര വേണം? 50,000 വേണം. ഇനി എത്ര വേണം? 25,000 കൂടി. എവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല? റിവാലുവേഷൻ റിസർവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജനറൽ റിസർവ് എത്ര എടുത്തു? അവിടെ 50 ഉണ്ട്. പക്ഷേ ആ 50 മൊത്തം വേണ്ട. നമുക്ക് എത്ര മതി? അവിടുന്ന് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് എത്ര? ഒരു 25,000 കൂടി എന്ത് ചെയ്തു? അവിടെ നിന്ന് എടുത്തു. ഇത് മൊത്തം എവിടത്തേക്ക് മാറ്റി? ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു വെച്ചു? ട്രാൻസ്ഫർ ചെയ്തു. എത്ര? 50,000 അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആദ്യം ഡ്യൂ എൻട്രി ഇട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. ഇനി അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയെന്ന് ക്വസ്റ്റനിൽ പറയില്ല. നമ്മൾ എന്ത് ചെയ്യുക? അത് ഡ്യൂടെ എന്നിട്ട് അപ്പാടൻ എന്ത് ചെയ്യുക? സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് നെക്സ്റ്റ് എൻട്രി ആയിട്ട് എന്ത് ചെയ്യുക? ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട്. ഓക്കെ, ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് ചെയ്ത് വെക്കുക? ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എത്ര? 50,000 എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോണസ് ആർക്ക് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു ഫുള്ളി പെയ്ഡ് ഷെയർസിന് മാത്രമേ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഞാനൊരു സെൻറ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തുണ്ട്? കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട്. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ എത്ര? ഒരു 500 ഷെയർസ് എന്തുണ്ട്? കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചു. അതായത് ഒരു 500, അതായത് കോൾസ് ഇൻ അരിയേഴ്സ്, അതായത് മൊത്തം 10,000 ഷെയർസ് ഉണ്ട് എന്നാണെങ്കിലും അതിൽ എന്തില്ല? ഓക്കെ, ഒരു 500 റുപ്പീസിൻ്റെ ഷെയർസ് അയാൾ ലാസ്റ്റത്തെ, അതായത് 2 രൂപ വെച്ചിട്ട് 5,000 ഷെയർസ് ഉള്ള ആൾക്കാർ ലാസ്റ്റത്തെ കോളിന് 2 രൂപ വെച്ചിട്ട് അത് 1000 രൂപ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. മൊത്തം 1 lakhൻ്റെ ഇക്വിറ്റി ഷെയർ ആയിരുന്നു. പക്ഷേ എങ്കിൽ 1000 രൂപ എന്തിൽ കിടക്കുന്നുണ്ട്? കോൾസ് ഇൻ അരിയേഴ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ? 99,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ 99,000 മാത്രമേ എവിടെ ഉള്ളൂ? അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 10,000 ഷെയർ ഹോൾഡർക്ക് 10,000 ഷെയർസിന് എന്ത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഈ ബോണസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കോൾസ് ഇൻ അരിയേഴ്സ് വന്നിരിക്കുന്ന ഈ 500 ഷെയർസ് ഇല്ലടാ, ഈ 500 ഷെയർസിന് എന്ത് കിട്ടൂല? ബോണസ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10,000 നിന്ന് എന്ത് കുറച്ച് കളയണം? 500 കുറച്ച്. അപ്പോൾ ബാക്കി എത്ര ആളേ ഉള്ളൂ? 9,500 ആൾക്കാർ ഷെയർസ് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്ത് 2 ഷെയർസിന് എന്ത് വെച്ച് കിട്ടും? ഒരു ഷെയർ വെച്ചിട്ട് ബോണസ് കിട്ടും. അപ്പോൾ 9,500 നമ്മൾ എന്ത് ചെയ്യണം? 1/2 ചെയ്തിട്ട് 4,750 ഷെയർസ് മാത്രം എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ബോണസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആർക്ക് കൊടുക്കണ്ട? ഈ 500 ഷെയർസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണ്ട? ബോണസ് കൊടുക്കണ്ട. അപ്പോൾ കാൽക്കുലേഷനൊക്കെ സെയിം. ആ കാൽക്കുലേഷൻ എന്താവും? ജസ്റ്റ് മാറുന്നേ ഉള്ളൂ. അതായത് ഇവിടെ
10,000 യൂസ് ചെയ്യില്ല, അതിന് പകരം എന്ത് വരുള്ളൂ 9,500 മാത്രമേ വരുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻറ്റു 1/2 ചെയ്യുക. അപ്പോൾ അപ്പോൾ ഇവിടെ എന്ത് വരും? 5,000 ഷെയർസ് ബോണസ് കൊടുക്കണ്ട, എത്ര കൊടുത്താൽ മതി? 4,750 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോകണ്ട? 50,000 പോകണ്ട, എന്ത് ചെയ്താൽ മതി? 47,500 മാത്രം എന്ത് ചെയ്യുക, അതായത് 4,750 ഇൻറ്റു 10 ചെയ്താൽ 47,500 മാത്രം എന്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടോ. അപ്പം ഇവിടെ വരുന്ന എമൗണ്ടിൽ എന്ത് വരും? ഇവിടെ 10,000, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഫുൾ 25,000 എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്കിനി എത്ര ബാക്കിയുള്ളൂ? 25,000 അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി 22,500 മാത്രം മതി അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വേണ്ടു? 47,500 മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ആ എമൗണ്ടൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ചേഞ്ച് ആവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വർക്കിങ്സ് ചെറിയൊരു ചേഞ്ച് വരും. ഇനി അങ്ങോട്ടേക്കുള്ള എമൗണ്ടൊക്കെ എത്ര ആയിന്നുള്ളൂ? 47,500 ആയിന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആ ഒരു ചെറിയ വ്യത്യാസം വരും. അതായത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് മാത്രം എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ബോണസ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയല്ല, കോഴ്സിന് അരിയേഴ്സിന് പ്രശ്നമൊന്നുമില്ല. ഇതിന് പകരം 2 ഷെയർ ക്യാപിറ്റൽ, അതായത് ഒരു 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഉണ്ട്. പെയ്ഡപ്പ് എന്ന് പറഞ്ഞിട്ട് പെയ്ഡപ്പ് 8 ആണ്. അതായത് പെയ്ഡപ്പ് 8 എന്നിട്ട് അതിൽ മൊത്തം എത്ര വന്നിട്ടുള്ളൂ? 80,000 മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചു. അതായത് ഇവിടെ കോള് വിളിച്ചിട്ട് പൈസ തരാത്തൊന്നുമില്ല, കോൾസിന് അരിയേഴ്സ് ഒന്നും ആയതല്ല. പക്ഷേ എങ്കിൽ 10,000 ഷെയർസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇപ്പോൾ എത്ര വരെ വിളിച്ചിട്ടുള്ളൂ? അതായത് എത്ര വരെ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ? ₹8 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? അവരോട് ചോദിച്ചിട്ടുള്ളൂ. ₹2 ഇനിയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തിട്ടില്ല? നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടില്ല, അല്ലാണ്ട് കോഴ്സിന് അരിയേഴ്സ് ആയതല്ല. അപ്പോൾ ഇങ്ങനെയേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഇവിടെ നോക്കുന്ന സമയത്ത് കമ്പനീസ് ആക്ട് വരാം, ഫുള്ളി പെയ്ഡപ്പിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ₹10 ആണ്, ഇനിയും എന്തായിട്ടില്ല? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടില്ല. ഇനി ₹2 കൂടി എന്ത് ചെയ്യണം? നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ബോണസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുകയാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് എന്ത് വേണം? എന്ത് ചെയ്യണം? എല്ലാവർക്കും ഒരു 1 for every 2, 2 ഷെയർസിന് 1 ഷെയർ വെച്ചിട്ട് എന്ത് കൊടുക്കാൻ പറയുന്നുണ്ട്? ബോണസ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ഇതെന്തായിട്ടും ഇല്ല, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് വിളിക്കുക? ഓക്കെ, ഒരു കോൾ വിളിക്കുക. എന്ത്? ഫൈനൽ കോൾ വിളിക്കുക. ഇനി എത്ര പൈസ ഷോർട്ടുള്ളത്? ₹2 അല്ലേ. ₹2 നമ്മൾ എന്ത് വിളിക്കുക? ഫൈനൽ കോൾ വിളിച്ചിട്ട് നമ്മൾ ആ ₹2 എന്ത് വിളിക്കുക? ഫൈനൽ കോൾ വിളിക്കുക. ഫൈനൽ കോൾ വിളിച്ചിട്ട് അതിൻ്റെ പൈസ എല്ലാവരും തന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻട്രി ഇടാം. ഫൈനൽ കോൾ വിളിക്കുന്ന എൻട്രിയും അതിൻ്റെ പൈസ വരുന്ന എൻട്രിയും ഇടാം. ക്വസ്റ്റ്യൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഫൈനൽ കോൾ വിളിച്ചിട്ട് ഇത് എന്താക്കുക? ഫുള്ളി പെയ്ഡപ്പ് ആക്കുക. അതിന് ശേഷം എന്ത് ഇഷ്യൂ ചെയ്യുക? ബോണസ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ആദ്യം എന്തിന് എൻട്രി വിളിക്കുക? ആദ്യം എന്ത് വിളിക്കണം? ഫൈനൽ കോൾ അല്ലേ. ഫൈനൽ കോൾ വിളിക്കുന്ന എൻട്രി അറിയാം നിങ്ങൾക്ക് എന്താ? ഷെയർ ഫൈനൽ കോൾ അല്ലേ. ഫൈനൽ കോൾ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക ടു എവിടത്തേക്ക്? ഷെയർ ക്യാപിറ്റലിലേക്ക് അല്ലേ. ടു ഷെയർ ക്യാപിറ്റൽ. ഈ ഒരു ഫൈനൽ കോൾ വിളിക്കുന്ന എൻട്രി അല്ലേ. എത്ര ഷെയർസിൻ്റെ? 10,000 ഷെയർസിൻ്റെ ലാസ്റ്റുള്ള ₹2 വെച്ചിട്ട് എന്ത് വിളിക്കുക? ഫൈനൽ കോൾ. എത്ര? ₹20,000 നമ്മൾ എന്ത് വിളിച്ചു? ഫൈനൽ കോൾ വിളിച്ചു. അതിനുശേഷം ഫൈനൽ കോൾ വരുന്ന എൻട്രിയും കൂടി വേണം, പൈസ വരണം. ഓക്കെ, പെയ്ഡപ്പ് ആവണം, വിളിച്ചാൽ മാത്രം പോരാ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തെന്ന് വരും? ഷെയർ ഫൈനൽ കോൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ കോൾ എത്ര? ആ 20,000 എന്ത് ചെയ്തു? ഫൈനൽ കോൾ വന്നു. ഓക്കെ അല്ലേ. ഈ ഫൈനൽ കോൾ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ ചെയ്യാം. നോ പോപ്സ്. നേരത്തെ ചെയ്ത് അതേപോലെ ഫൈനൽ കോൾ വിളിച്ചപ്പം ഇതെന്തായി മാറി? ഇപ്പോൾ 80,000 എന്നുള്ള ഈ പെയ്ഡപ്പ് 8 അതെന്തായി മാറി? അത് മാറിയിട്ട് പെയ്ഡപ്പ് എത്ര തന്നെയാവും? 10ഉം ഇവിടെ എത്ര തന്നെയായി മാറും? 1 lakh തന്നെയായി മാറും. നേരത്തെ പോലെ എന്ത് ചെയ്യുക? ഈ 10,000 ഷെയർസിന് എന്ത് ചെയ്യുക? അതിൻ്റെ 1/2 5,000 ഷെയർസ് എന്ത് ചെയ്യുക? ബോണസ് കൊടുക്കുക. എത്ര? ഇൻറ്റു 10 വെച്ചിട്ട് ₹50,000 എന്ത് ചെയ്യുക? ബോണസ് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. സെയിം എൻട്രി, നേരത്തെ അതേ സെയിം എൻട്രി, ഇനി ഒരു മാറ്റമില്ല. നേരത്തെ എൻട്രീൻ്റെ അപ്പുറം എക്സ്ട്രാ ഫസ്റ്റ് എന്ത് വരണം? ഈ 2 എൻട്രിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ അല്ലേ? അതും ക്ലിയർ ആയി. ഓക്കെ, അപ്പം ഫുള്ളി പെയ്ഡപ്പിന് മാത്രം എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ബോണസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇനി ഫുള്ളി, അതായത് ഇതേപോലെ പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ട്.
ഓക്കെ, പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ട്, അതായത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഉണ്ട്. ഓക്കെ, ആ മാരത്തെ എക്സാമ്പിൾ തന്നെ മാറ്റാം. ഓക്കെ, എന്തുണ്ട്, പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഉണ്ട്. നേരത്തെ അതേ സാധനം, അതായത് 8 rupees പെയ്ഡപ്പ്, എത്ര, 80,000 അല്ലേ, ഇങ്ങനെയുള്ളത്. ഇനി കമ്പനിക്ക് വേണമെങ്കിൽ, അതായത് നോർമലി നമ്മളെന്താണ് ഫുള്ളി പെയ്ഡപ്പിന് പുതിയതായിട്ടൊരു ഫ്രഷ് ഒരു പുതിയ ഷെയർ എന്ത് ചെയ്യുക, ബോണസായിട്ട് കൊടുക്കുക. അത് 1 or 2 ആവാം, പുതിയ ഷെയർസ് തന്നെ കൊടുക്കുക. അതാണ് നമ്മൾ ബോണസ് എന്ന് പറഞ്ഞത്. ഇനി കമ്പനീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എല്ലാ ആൾക്കാരും 2 രൂപ വെച്ചിട്ട് എന്ത് തരാൻ ബാക്കിയുണ്ട്, ഒരു ഫൈനൽ കോൾ എന്ത് ചെയ്യാനുണ്ട്, വിളിക്കാൻ വേണ്ടി ബാലൻസ് അവിടെ ഉണ്ട്. കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബാലൻസ് എമൗണ്ട് മാത്രം എന്ത് കൊടുക്കാം, ബോണസ്. അതായത് ന്യൂ ഷെയർ അല്ല ബോണസ് കൊടുക്കുന്നത്, ആ തരാൻ ബാക്കിയുള്ള ആ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് ഇല്ലേ, അത് മാത്രം കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോണസ് കൊടുക്കാം. ഓക്കെ, അപ്പം അതായത് ഫൈനൽ കോൾ നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ പോലെ എന്ത് ചെയ്യുക, ഫൈനൽ കോൾ വിളിക്കുക. അതായത് ഫൈനൽ കോൾ നേരത്തെ അതേ ഉണ്ട്, എന്ത് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ടു എവിടത്തേക്ക് പോകും, ഷെയർ ക്യാപിറ്റലിലേക്ക് പോകും. അതെ, ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. അതായത് 10,000 ഷെയർസിന് എത്ര രൂപ വെച്ചിട്ട് ഫൈനൽ വരാൻ ബാക്കിയുണ്ട്, 2. അതായത് 20,000 rupees നമുക്ക് എന്ത് വിളിക്കാം, ഫൈനൽ കോൾ വിളിക്കാം. എന്നിട്ട് എന്താ സംഭവിക്കേണ്ടത്, ഈ ഫൈനൽ കോൾ എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തെന്ന് വരും, ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് വരണം. എത്ര, 20,000 വരണം. ഇതാണ് ശരിക്കും എന്താവേണ്ടത്, റിയാലിറ്റിയിൽ സംഭവിക്കേണ്ടത്. പക്ഷെങ്കിൽ കമ്പനി അവരോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഫൈനൽ കോളിൽ എന്ത് തരണ്ട, പൈസ തരണ്ട, അത് നമ്മൾ നിങ്ങൾക്ക് എന്തായിട്ട് തരുന്നു, ബോണസ് ആയിട്ട് തരുന്നു. അപ്പം ഇതെവിടെ ബാങ്ക് അക്കൗണ്ടിന് എന്താവില്ല, ഡെബിറ്റ് ആവില്ല. പക്ഷെങ്കിൽ അത് നമുക്ക് എന്താ, എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് അല്ലേ, ആ എക്സ്പെൻസിന് പകരം നമ്മൾ എന്ത് കൊടുക്കാതെ തീരുമാനിച്ചേ, ബോണസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ അതേ എൻട്രി, പക്ഷെ നേരത്തെ അതേ എൻട്രിയിൽ പുതിയതായിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രീ റിസർവ്സിനൊക്കെ ഡെബിറ്റ് ചെയ്തിട്ട് 2 ബോണസ് കൊടുത്ത് ആ ബോണസ് മൊത്തം എവിടത്തേക്ക് മാറ്റി, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. പക്ഷേ ഇത് ഫൈനൽ കോൾ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫൈനൽ കോൾ നമ്മൾ എന്ത് ചെയ്യണം, വിളിക്കണം. ഫൈനൽ കോളിൽ എന്ത് ഇടണം, ഡ്യൂ എൻട്രി ഇടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ കോളിൻ്റെ ഡ്യൂ എൻട്രി ഇടുക. അതിനുശേഷം എന്തിൻ്റെ ഡ്യൂ എൻട്രി ഇടുക, ബോണസിൻ്റെ ഡ്യൂ എൻട്രി ഇടുക. ഓക്കെ, ബോണസിൻ്റെ ഡ്യൂ എൻട്രി എന്താ, ആ റിസർവ്സ് ഒക്കെ ഡെബിറ്റ് ചെയ്തിട്ട് 2 എന്ത്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതാണല്ലോ ഡ്യൂ എൻട്രി. പക്ഷെങ്കിൽ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനെ, അതായത് നമ്മളെ ഫൈനൽ കോൾ, അതായത് നമ്മൾ തരാൻ ബാക്കിയുള്ള പൈസ, അല്ലാണ്ട് ഇവിടെ എന്തല്ല പുതിയതായിട്ട് ഷെയർ അല്ല ബോണസ് കൊടുക്കുന്നത്, ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ കുറച്ച് പൈസ, ബാലൻസ് ഉള്ള പൈസ അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നതാണ്, ബോണസ് ആയിട്ട് നിങ്ങൾ തരണ്ടാന്ന രീതിയിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ ബോണസ് കൊടുക്കുന്നതിന് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, CRRM സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആര് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഫ്രീ റിസർവ്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പോൾ ഫ്രീ റിസർവ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്രീ റിസർവ്സിന് അക്കൗണ്ടിനെ മാത്രം എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാവാം, ജനറൽ റിസർവ് ആവാം, P&L ആവാം, ക്യാപിറ്റൽ റിസർവ് ആവാം. ഓക്കെ, ഈ പറഞ്ഞ സാധനത്തിനെ മാത്രം, ഏതെങ്കിലും ഐറ്റത്തിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് ചെയ്യാൻ പറ്റൂ. ആരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലടാ, CRRM സെക്യൂരിറ്റി പ്രീമിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഐറ്റത്തിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടുന്നതനുസരിച്ചിട്ട് എന്ത് വരും, ഓക്കെ, ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് വരും. എന്ത് വരും, ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് വരും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ആ ബോണസ് ടു ഷെയർ ഹോൾഡർ നമ്മൾ സാധാരണ രീതിയിൽ ബോണസ് ടു ഷെയർ ഹോൾഡറിനെ തിരിച്ച് ഡെബിറ്റ് ചെയ്തിട്ട് 2 എന്തെന്ന് എഴുതാം, ഷെയർ ക്യാപിറ്റലിൽ നിന്നാണ് എഴുതേണ്ടത്. പക്ഷേ ഇത് ഓൾറെഡി എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ അപ്പം എന്താ, ആ ഷെയർ ക്യാപിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഫൈനൽ കോൾ തന്നെ പൈസ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിലേക്കാണ് അത് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്തെന്നാണ് വരിക, 2 ഫൈനൽ കോൾ അക്കൗണ്ട് എന്നാണ് വരിക. ഓക്കെ, 2 ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് വരിക, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറിന് ഏതെങ്കിലും പോർഷൻ കൊടുക്കാൻ വേണ്ടി ബാലൻസ് ഉണ്ടെന്നാണെങ്കിൽ അത് ബോണസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം എന്ത് വിളിക്കണം, ഫൈനൽ കോൾ വിളിക്കണം. എന്നിട്ട് ആ ഫൈനൽ കോൾ വിളിക്കണം, പിന്നെ എന്തിൻ്റെ എൻട്രിയും കൂടി ഇടാം, ബോണസ് കൊടുക്കുന്നതിന് ഡ്യൂ എൻട്രി ഇടാം. എന്നിട്ട് ബോണസ് എവിടത്തേക്കല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഷെയർ ക്യാപിറ്റലിലേക്കല്ല. അത് ഓൾറെഡി ഫൈനൽ കോളിന് ഡ്യൂ എൻട്രി ഇട്ടപ്പോൾ തന്നെ എവിടത്തേക്ക് പോയി, ഷെയർ ക്യാപിറ്റലിലേക്ക് പോയി. ഈ അസറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പൈസ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടേ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടേ.
ശ്രദ്ധിക്കണ വേറൊരു കാര്യം, ബോണസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആരും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. CRRനും സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 2 സാധനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ റിസർവ് എടുക്കാം, അതുപോലെ എന്ത് ചെയ്യാം, P&L എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ആകെ എത്രേ വേണ്ടു, 20,000 മാത്രമേ വേണ്ടൂ. 20,000 നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുത്താൽ കിട്ടും ജനറൽ റിസർവ്. അപ്പോൾ ഈ കേസിൽ എന്ത് ചെയ്താൽ മതി, ജനറൽ റിസർവിന് മാത്രം എന്ത് ചെയ്യുക, 20,000 എടുക്കുക, ആരൊന്നും വേണ്ട, P&Lലും. ഇതൊക്കെ ഞാൻ ആദ്യം ജനറലായിട്ട് ചെയ്തത്. ഈ ഒരു നമ്മളെ എക്സാം വെച്ച് നോക്കുമ്പം ജനറൽ റിസർവ് 20,000 എടുത്തു, അത് ഇവിടത്തേക്ക് മാറ്റി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി. എന്നിട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്തു, അത് എവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, ഫൈനൽ അക്കൗണ്ടായിട്ട് എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ബോണസിൽ മാക്സിമം വരാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റേറ്റ് ഇഷ്യൂലേക്ക് പോകാം. അതുവരെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും.